ഒരുവൻ്റെ ജീവിതത്തിൽ താൻ തന്നെ അറിയുന്നതിനേക്കാൾ സൃഷ്ടാവായ ദൈവത്തെ അറിയുന്നതാണ് വലിയ പ്രാധാന്യം. ലോകപ്രസിദ്ധ തത്വജ്ഞാനികളായിരുന്ന സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലൂട്ടോ ആദിയായവരൊക്കെ മനുഷ്യരുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു അവരവരെ തന്നെ, വ്യക്തിയെ തന്നെ അറിയാൻ തയ്യാറാകണം. അങ്ങനെ വ്യക്തിയെ തന്നെ അറിയാൻ തയ്യാറാകുമ്പോൾ ലോകത്തിൽ വലിയ കാര്യങ്ങൾ സാധിക്കാൻ കഴിയും. എന്നാൽ ദൈവവചനം നിർബന്ധമായും പറയുന്നത് നമ്മുടെ സൃഷ്ടാവ് ആരെന്ന് അറിഞ്ഞാൽ അതേറ്റവും വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അതെ, ആദാമും ഹവ്വയും തങ്ങളെക്കുറിച്ച് ഉള്ള അറിവ് അവർ വ്യക്തമായി മനസ്സിലാക്കി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അവർ തങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവർ നഗ്നരാണെന്ന് അവർക്ക് തോന്നുവാനിടയായിത്തീർന്നു. അബ്രഹാം തന്നെ പൊടിയും വെണ്ണീറുമായി കർത്താവ് മെനഞ്ഞിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് 1 തീമോഥെയോസ് 1:15 പറയുന്നു, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. അതെ, പലപ്പോഴും നാം നമ്മെ അറിയാതെ ലോകത്തെ അറിയുവാൻ ശ്രമിച്ചാൽ നാം എങ്ങും എത്തുകയില്ല. മോശ വിളിച്ചു പറയുകയാണ്, യഹോവ കരുണയും ദയയുമുള്ള ദൈവമാണ്, അവൻ 1000 തലമുറ വരെ ദയ കാണിക്കുന്നു. പുറപ്പാട് പുസ്തകം 34:6. എന്നാൽ പാപം പെരുകി ദൈവ തേജസ്സിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുന്ന അനേകർ അവരെ തന്നെ കാണുവാനും അവരുടെ ജീവിതശൈലിയെ മറ്റുള്ളവരുടെ മുമ്പിൽ എടുത്തു കാണിക്കുവാനും വസ്ത്രധാരണവും ജീവിതവും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും ശ്രമിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതൊക്കെ ഒരു പരിധിവരെ ചിലപ്പോൾ ഗുണം ചെയ്തു എന്ന് വരാം, ചിലയിടത്തൊക്കെ ദോഷവും കഷ്ടവും സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും നാം സൃഷ്ടാവായ ദൈവത്തെ ഓർക്കുകയും അറിയുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും സമാധാനത്തിനും കാരണമാകും. യേശു ലോകത്തിലായിരുന്നപ്പോൾ അനേക വ്യക്തികളുടെ പ്രശ്നങ്ങളെ അറിയുകയും അവർക്ക് സൗഖ്യം കൊടുക്കുകയും സമാധാനവും സന്തോഷവും നൽകി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതെ, നമ്മളുടെ ദൈവം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ദയ തോന്നി നമ്മളെ മക്കളാക്കി, അവകാശികളാക്കി, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി തീർത്തു. അതെ, ഈ ദിവസങ്ങളിൽ ദയാലുവാകുന്ന ദൈവത്തെ, കരുണയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് നാം ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറാകണം. നമുക്കെന്തു ലഭിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമുക്ക് ചെയ്ത സകല നന്മകളും തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിപ്പാൻ തയ്യാറാകണം. ജനത്തെ ചിന്നിയവരും ചിതറിയമാരുമായി കണ്ടപ്പോൾ കർത്താവിന് അവരോട് ദയ തോന്നി. അതെ, നമ്മളുടെ ദൈവം ദയാലുവായ ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്. കണ്ണുനീരോടെ അഭയാചനയോടെ തൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഏതൊരു ഭക്തനെയും കൈവിട്ട് കളയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ചെല്ലാം. കർത്താവ് ദയാലുവും ദീർഘക്ഷവും ക്ഷമയും ഉള്ള ദൈവമാണ്. തങ്കൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.